ത്തേക്ക് പോവുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന മാനസിക സമ്മർദ്ദം നിയമസഭയിൽ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷം. പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദവും വർദ്ധിക്കുന്ന ആത്മഹത്യയുമാണ് ഉന്നയിക്കുക. സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായിട്ടാകും വിഷയം പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരിക. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, വനം വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയും ഇന്ന് സഭയിൽ നടക്കുന്നുണ്ട്. വി അരുണാണ് ചേരുന്നത്. അരുൺ, ഈ വലിയ തോതിൽ ചർച്ച ചെയ്യാവുന്ന കാര്യമാണ് പോലീസുകാർ അനുഭവിക്കുന്ന ഈ മാനസിക സമ്മർദ്ദം. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അവർ ഈ ജീവനെടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആരാണ് ഈ ഉപക്ഷേപം അതിന് നോട്ടീസ് നൽകുക? PC വിഷ്ണുനാഥാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകുന്നത്. സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു എന്നുള്ള കണക്കുകൾ നേരത്തെ പുറത്തു വന്നതാണ്. മേലുദ്യോഗസ്ഥരുടെ പീഡനം തുടങ്ങി പല വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അമിതമായ ജോലിഭാരം, പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആവശ്യത്തിലുള്ള ഉദ്യോഗസ്ഥർ സർവീസിലില്ല. വരുന്ന ആളുകൾ പലരും ജോലിയിൽ തുടരുന്നില്ല. SI റാങ്കിൽ വരുന്ന ഉദ്യോഗസ്ഥർ പോലും ഒരു വളരെ പെട്ടെന്ന് ജോലി മതിയാക്കി പോകുന്നു. VRF എടുത്ത് മറ്റു ജോലികളിലേക്ക് പോകുന്നതും വിദേശത്തേക്ക് പോകുന്ന ആളുകളുടെ എണ്ണമൊക്കെ വളരെ കൂടുതലാണ്. അമിതമായ ജോലിഭാരവും മാനസിക സമ്മർദ്ദവും ഉന്നത ഉദ്യോഗസ്ഥരുടെ പീഡനവുമാണ് ഇത്തരം സ്ഥിതിക്ക് കാരണമെന്നാണ് പൊതുവിൽ ഉയരുന്ന അഭിപ്രായം. കഴിഞ്ഞ മാസവും നാല് പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തിരുന്നു. ഈ സാഹചര്യമാണ് സഭ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. PC വിഷ്ണുനാഥാണ് സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ ഇന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഈ പ്രതിപക്ഷവും ഈ ഉപക്ഷേപം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള ഉപക്ഷേപത്തിന് സർക്കാർ എങ്ങനെ ഇത്തരത്തിലൊരു വിഷയമായതുകൊണ്ട് അതിന് അംഗീകാരം നൽകാനുള്ള സാധ്യതയുണ്ടോ അരുൺ? അത്തരം കാര്യങ്ങളിൽ വ്യക്തതയില്ല. സ്വാഭാവികമായും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സർക്കാർ ചർച്ച ചെയ്തേക്കാം. പക്ഷെ സർക്കാർ അത്തരമൊരു തീരുമാനമെടുത്താൽ നിലവിൽ വിവരം ലഭ്യമാകുന്നില്ല. മൃഗസംരക്ഷണ, ക്ഷീര വകുപ്പുകളുടെ അതുപോലെ തന്നെ വനം വകുപ്പിന്റെയും ധനാഭ്യർത്ഥന ചർച്ചകളും ഇന്ന് നടക്കുന്നുണ്ട്. ഇതിന് മന്ത്രിമാർ മറുപടി പറയും. വനവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ സംസ്ഥാനത്തുണ്ട്. വനം വരുമ്പോൾ പൊതുവിൽ വന്യജീവി സംഘർഷവും അതുപോലെ തന്നെ വനം കയ്യേറ്റം അടക്കം നിരവധി വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ചർച്ചകളിൽ ഉയർന്നു വരാം. ചർച്ചകൾക്കൊടുവിൽ മന്ത്രിമാർ വനം വകുപ്പിന്റേത് AK ശശീന്ദ്രനും അതുപോലെ ക്ഷീര മൃഗസംരക്ഷണ വകുപ്പുകളുടെ ചർച്ചകൾക്കുള്ള മറുപടി J ചിഞ്ചുറാണിയും സഭയിൽ നൽകും. അത് ഉറപ്പായി. പ്രത്യേകിച്ചും ഈ ഒരുപാടിടങ്ങളിൽ ഇപ്പൊ അരുൺ തന്നെ സൂചിപ്പിച്ചല്ലോ, ഈ പ്രത്യേകിച്ചും ഈ വനത്തോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ അതിരൂക്ഷമാണ്. നിലവിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് ഇത്രമാത്രം ശ്രദ്ധേയമായത്. ഒരുപാട് വന്യജീവികൾ നാട്ടിലേക്ക് വരുന്ന സാഹചര്യം, ഈ ആനകളുടെ ആക്രമണം, കൃഷി നശിപ്പിക്കുന്നത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉന്നയിക്കുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിന് സർക്കാർ എങ്ങനെയൊക്കെ വിശദീകരണം നൽകുമെന്നറിയില്ലെങ്കിൽ പോലും ഇതൊരു ബഹളത്തിനുള്ള സാധ്യത, ഒരു വാക്പോരിനുള്ള സാധ്യതയിലേക്കൊക്കെ എത്തുമോ അരുൺ? തീർച്ചയായിട്ടും വലിയ സെൻസിറ്റീവായ ഒരു വിഷയമായി കഴിഞ്ഞ കുറെ നാളുകളായി വനമേഖലയിലെ പ്രശ്നങ്ങൾ മാറുന്നുണ്ട്. അത് സഭയിലും നേരത്തെ ഈ വിഷയം വിശദമായി തന്നെ ചർച്ചയ്ക്ക് വന്നതാണ്. കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി പ്രമേയം പാസാക്കുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ സാഹചര്യങ്ങളിൽ മാറ്റമൊന്നുമില്ല. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. അത് വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ മാത്രമല്ല, ഒരുപക്ഷെ നഗരപ്രദേശങ്ങളിൽ പോലും വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും ശല്യവും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ കൂടി വരുന്നുണ്ട്. ഇത് സഭയിൽ ഉയർന്നു വരുമ്പോൾ തന്നെ ആണ് പ്രതീക്ഷിക്കുന്നത്. വനവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ ഡിമാൻഡ് ചർച്ചയുടെ ഭാഗമായി വന്നേക്കാം. എന്ന കാര്യമായൊരു തർക്കത്തിലോ അല്ലെങ്കിൽ അത്തരമൊരു സംഘർഷാത്മകമായ സാഹചര്യത്തിലോ ഒന്നും ഉള്ള വിഷയങ്ങൾ നിലവിൽ ഇല്ല എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. റൈറ്റ്, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്നുള്ള നിയമസഭയിൽ ഇന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദത്തിന്റെ സാഹചര്യം അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപം ഉന്നയിക്കാൻ തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷം. അവിടെ PC വിഷ്ണുനാഥായിരിക്കും ഈ നോട്ടീസ് നൽകുക. സർക്കാർ അത് ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്ന് നമുക്ക് നോക്കാം. എന്താണ്